എല്ലാവരോടും ചേർന്ന് ആണ് ഈ ഒരു പരിശോധന ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. കർശനമായി ഇങ്ങനെയുള്ള ആളുകൾ ഇത് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വലിയ ശിക്ഷയാണ്, വലിയ തടവ് ശിക്ഷ ഉൾപ്പെടെ ഇന്നിവിടെ നിർത്തിക്കോണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം 1-ാം വാർഡിലെ ശിശുവിഹാറിന് സമീപം 16-ാം വാർഡിലെ മെടുക്കൻമുക്കിന് സമീപം ചക്കുവള്ളി പുതിയകാവ് റോഡിന് സമീപത്തുള്ള ചേരങ്ങോട്ടുകുളങ്ങര ജംഗ്ഷൻ, വടക്കലേത്തുകുളം എന്നിവിടങ്ങളിലാണ് കക്കൂസ് മാലിന്യം ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് തള്ളിയത്. പോലീസ് 2 ടാങ്കർ ലോറികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രനാഥ്, സുജാത എന്നിവരും സെക്രട്ടറി സി ഡമാസ്റ്റൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ അജയകുമാർ, ഉദ്യോഗസ്ഥരായ മുഹമ്മദ് റാഫി, രാധാകൃഷ്ണപിള്ള, എസ് സത്താർ എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. 15-ാം വാർഡും 23-ാം വാർഡും ചേർന്ന് വരുന്ന റോഡിൽ സ്ഥിരമായി കുറച്ചേറെ വർഷങ്ങളായി തന്നെ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതി ഉയർന്നു വരികയാണ്. പലവിധം താക്കീതുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ അതൊന്നും നീതി ലഭിച്ചിട്ടില്ല. ഇത് പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ പലതവണ അറിയിപ്പ് കൊടുത്തു. എന്നാൽ അടുത്തിടെ 2 വണ്ടികൾ ഇപ്പോൾ പിടിക്കത്തക്ക ഒരു സാഹചര്യം നിലവിലുണ്ട്. പോലീസ് സ്റ്റേഷൻ 2 വണ്ടി പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വില്ലേജ് ഓഫീസ് ഇപ്പം നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇതിന് സമീപത്ത് നിലനിൽക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതിന് ഒരുപാട് പരാതികൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന് ഇനി നമുക്ക് കർശന നടപടിയിൽ തീർച്ചയായും നമ്മൾ എടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രനും പിടിച്ചെടുത്ത വാഹനം കണ്ടുകെട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി സി ഡമാസ്റ്റനും അറിയിച്ചു. ആൾതാമസമില്ലാത്ത പല സ്ഥലങ്ങളിലും കക്കൂസ് മാലിന്യം തള്ളുന്നത് ഒരു നിരന്തരമായ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങൾ വിട്ടുകൊടുക്കാതെ തന്നെ നിയമ നടപടിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യം ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് തള്ളുന്നവർക്കെതിരെ ശിക്ഷണ നടപടികൾ നമ്മൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.